വണക്കം മക്കളെ, ഇന്നൊരു ഹെൽത്തി ജ്യൂസി ബർഗർ ഉണ്ടാക്കിയാലോ? അതും നമ്മുടെ വീട്ടിൽ. ഇത് മൾട്ടിഗ്രെയിൻ ബ്രെഡിൽ നല്ല ഒന്നാന്തരം ചിക്കൻ പാറ്റി ഉണ്ടാക്കിയിട്ട് ഉള്ള ഒരു ബർഗറാണ് കേട്ടോ. പേടിക്കേണ്ട, വളരെ എളുപ്പമാണ്. അതിനു മുമ്പ് നമുക്ക് ഒരു സ്പ്രെഡ് ഉണ്ടാക്കാം. ഒരു പുഴുങ്ങിയ മുട്ട, ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഒരു അര വെളുത്തുള്ളി അല്ലി, പിന്നെ കുറച്ച് പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ഇച്ചിരി പഞ്ച് കിട്ടാൻ വേണ്ടി ഒരു ഇച്ചിരി കെച്ചപ്പും കൂടെ വെച്ച് മിക്സ് ചെയ്ത് വെക്കുക. അതേ ജാറിലേക്ക് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇടുക. ഒരു സവോള അരിഞ്ഞത് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്പൈസസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുക. ബേസിക് സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇത്തിരി കുരുമുളക്, ഇച്ചിരി മസാലപ്പൊടി. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒറിഗാനോയും ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അണിയൻ പൗഡർ, ഉള്ളി ഉണക്കി പൊടിച്ച ഒരു പൗഡറും കിട്ടും, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അരച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല അരഞ്ഞ് കിട്ടും. അതിങ്ങനെ ഇതായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിനകത്ത് 2-3 സ്ലൈസ് ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക, നമ്മുടെ കാരമലൈസ്ഡ് ഉള്ളി പോലെ. അപ്പം ബണ്ണൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. ഇതിവിടെ എടുത്തിരിക്കുന്നത് നല്ല മൾട്ടിഗ്രെയിൻ ബണ്ണാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ബട്ടറും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ പാറ്റി റെഡിയാക്കി വെച്ചിരിക്കുന്ന പാറ്റി ആ പാനിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. വേറൊന്നുമല്ല, മീൻസ് നമുക്കൊന്ന് ഇതാവാം. കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പാറ്റി കംപ്ലീറ്റ്ലി കുക്കാവും. 2 വശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് എടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഉള്ളി കറക്റ്റായിട്ട് കാരമലൈസ്ഡ് ആവും കേട്ടോ. അതായത് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ബ്രൗൺ കളറാക്കി എടുത്തതേ ഉള്ളൂ. അത് പാറ്റി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പം ഇതിപ്പോൾ ഞാൻ എടുക്കുന്നതിന് മുമ്പ് പാനിൽ വെച്ച് തന്നെ നമ്മളൊരു ചീസിൻ്റെ സ്ലൈസ് അതിൻ്റെ പുറത്തിടുമ്പോൾ ഇതുപോലെ മെൽറ്റായി ഇരിക്കും കേട്ടോ. അത് എന്നിട്ട് ഈ സ്പ്രെഡ് അങ്ങോട്ട് ഇതാക്കിയിട്ട് അതിനകത്ത് കാരമലൈസ്ഡ് ഓണിയനും വെച്ച് കെച്ചപ്പും തേച്ച് ഇതും വെച്ച് കുറച്ച് ലെറ്റ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ബർഗറാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലെറ്റ്യൂസ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തക്കാളിയോ ഉള്ളിയോ ഒക്കെ അരിഞ്ഞ് വെച്ചാലും മതി. അടിപൊളി. ഇതൊന്നും ഇല്ലെങ്കിലും സെറ്റ് ബർഗറാണ്. ട്രൈ ചെയ്ത് നോക്ക്.